നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുവാൻ പോവുകയാണ്. ഇതിനോട് അനുബന്ധിച്ചുള്ള അഗ്നിപരീക്ഷ എന്ന പ്രീ ഷോ ഓഗസ്റ്റ് 15-ന് ആരംഭിക്കും. ഈ അവസരത്തിൽ ബിഗ് ബോസിലേക്ക് ഇത് ഏതൊക്കെ സെലിബ്രിറ്റികളാവും മത്സരാർത്ഥികളായി എത്തുക എന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായി റിവ്യൂവർമാരും സജീവമാണ്. പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം മുതൽ ഉയർന്നു കേട്ടൊരു പേരാണ് നടൻ സിദ്ധാർത്ഥ പ്രഭുവിന്റേത്. തട്ടിമുട്ടിയും എന്ന സീരിയലിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായി മാറിയ സിദ്ധാർത്ഥ് അതിനിടയിൽ ഉപ്പും മുളകും എന്ന പരമ്പരയിൽ ആയിരുന്നു അഭിനയിച്ച് രംഗത്ത് എത്തിയത്. എന്നാൽ ഉപ്പും മുളകിൽ നിന്നും പിന്മാറുന്നതായി ഏതാനും നാളുകൾക്ക് മുൻപാണ് സിദ്ധാർത്ഥ് വെളിപ്പെടുത്തിയിരുന്നത്. കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നുമില്ല. സിദ്ധു തിരിച്ചു വരുമെന്ന് ആവശ്യപ്പെട്ട് ആരാധകർ ഒരു വശത്ത് എത്തിയപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയാണ് ബ്രേക്ക് എടുത്തതെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വന്നിരുന്നു. പിന്നാലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും സിദ്ധാർത്ഥ് ഇടം പിടിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥ്. താൻ ബിഗ് ബോസിലേക്ക് ഇല്ലെന്നും അതിനു വേണ്ടിയല്ല ഉപ്പുമുളകിൽ നിന്ന് ബ്രേക്ക് എടുത്തതെന്നും പറഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥ്. പ്രചരണങ്ങളും ഊഹാപോഹങ്ങളും വേണ്ടെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്, ഉപ്പുമുളകും സീരിയലിൽ നിന്നുള്ള ബ്രേക്കിന് കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുകയാണെന്ന തരത്തിൽ നിരവധി പ്രചരണങ്ങളും ഊഹാപോഹങ്ങളും യൂട്യൂബിലും മറ്റും കാണാൻ ഇടയായിരുന്നു. അത് പക്ഷേ സത്യമല്ല. അക്കാര്യം ഉറപ്പാണ്. ബിഗ് ബോസിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. അടിസ്ഥാനരഹിതമായ ഇത്തരം അഭ്യൂഹങ്ങൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കും എന്നായിരുന്നു സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാക്കുകൾ. കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ സ്കിറ്റ്കോമാണ് ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും. 1200 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത്. പിന്നീട് രണ്ടാം സീസൺ വന്നു. ഇപ്പോൾ മൂന്നാം സീസണാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാം സീസണിൽ പുതിയ കുറെ താരങ്ങൾ കൂടി ബാലുവിന്റെയും നീലുവിന്റെയും കുടുംബത്തിനൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി കലാകാരന്മാരുടെ തലവര തന്നെ മാറ്റിയത് ഉപ്പുമുളകുമാണ്. ഇപ്പോൾ മൂന്നാം സീസണാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൻ വിജയമായി മാറിയ സീരിയലിന് നിന്ന് പ്രധാന താരങ്ങളായ ബിജു സോപാനവും നിഷ സാരംഗും ഋഷിയും ശ്രീകുമാറും എല്ലാം മാറി നിന്നതോടെ ഉപ്പുമുളകിന്റെയും റേറ്റിംഗിൽ വൻ ഇടിവാണ് ഉണ്ടായത്. റേറ്റിംഗ് കുത്തി നിൽക്കുന്നതിന് ഇടയിലായിരുന്നു നടൻ സിദ്ധാർത്ഥ പ്രഭു സീരിയലിലേക്ക് എത്തുന്നത്. ജൂഹി റുസ്തഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവ് റോളിലാണ് സിദ്ധാർത്ഥ പ്രഭു എത്തുന്നത്. ഉപ്പുമുളകിലെ സിദ്ധാർത്ഥിന്റെ പ്രകടനം വളരെ വേഗത്തിൽ ജനങ്ങളുടെ സ്വീകാര്യത നേടാനിടയായി. ഇതോടെ റേറ്റിംഗും കൂടുകയായിരുന്നു. എല്ലാ എപ്പിസോഡുകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു. വൈകാതെ ഉപ്പുമുളകിന്റെ റേറ്റിംഗും ഉയർന്നു. എന്നാൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം സൃഷ്ടിച്ച സിദ്ധാർത്ഥിന്റെ വാർത്തയും വീഡിയോകളും പ്രചരിച്ചതോടെ ഇത് സീരിയലിനെയും ബാധിക്കാൻ ഇടവന്നു. സിദ്ധാർത്ഥിന്റെ കാറിടിച്ച് ഒരാൾ മരണപ്പെട്ട വാർത്ത കൂടി പുറത്തുവന്നതോടെ പല കോണുകളിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. എന്നാൽ സിദ്ധാർത്ഥിന്റെ വാർത്തകളും വീഡിയോകളും പ്രചരിച്ചതോടെ ഇത് സീരിയലിനെയും ബാധിച്ചിരുന്നു. മദ്യപിച്ച് റോഡിൽ കിടന്നിരുന്ന നാട്ടുകാർ പിടിച്ചെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മദ്യലഹരിയിൽ കാർ ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടിരുന്ന സിദ്ധാർത്ഥ് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണപ്പെടുകയായിരുന്നു. ഇതോടെയായിരുന്നു സിദ്ധാർത്ഥിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. ഈ സംഭവത്തിനു ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് സിദ്ധാർത്ഥ് അപ്രത്യക്ഷനാവുകയായിരുന്നു. പരമ്പരയിൽ നിന്നും കാണാതായി. എന്നാൽ നീണ്ട നാളത്തെ ബ്രേക്കിന് ഒടുവിലായിരുന്നു സിദ്ധാർത്ഥ് വീണ്ടും പരമ്പരയിലേക്ക് എത്തിയത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് താൻ വീണ്ടും ഒരു ബ്രേക്ക് ഉപ്പുമുളകിൽ നിന്ന് എടുക്കുകയാണെന്ന് അറിയിച്ച് സിദ്ധാർത്ഥ് എത്തിയത്. ഉപ്പുമുളകും എന്ന പരമ്പരയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ ഇടവേള എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു വിട പറയലല്ല, ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഇനി ഒരിക്കൽ തിരികെ വരുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ യാത്രയിൽ എന്നെ വിശ്വാസം അർപ്പിക്കുകയും ഇത്രയും മനോഹരമായ അവസരം നൽകുകയും ചെയ്ത ഫ്ലവേഴ്സ് TVയോട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സംവിധായകൻ, തിരക്കഥാകൃത്തുകൾ, നിർമ്മാതാക്കൾ, ടെക്നീഷ്യന്മാർ, ക്യാമറ സംഘം, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, കോസ്റ്റ്യൂം ടീം, പ്രൊഡക്ഷൻ സ്റ്റാഫ്, ക്യാമറയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച ഓരോരുത്തർക്കും എന്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. നിങ്ങളോട് ഈ അനുഭവത്തെക്കുറിച്ച് ഒരിക്കലും മറക്കാനാകാത്തതാണ് എനിക്ക് നൽകിയത്. എന്റെ പ്രിയ സഹതാരങ്ങളെ, നിങ്ങൾ നൽകിയ ചിരികൾക്കും മനോഹരമായ ഓർമ്മകൾക്കും പിന്തുണകൾക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും സൗഹൃദത്തിന്റെ നിറത്തിൽ നിന്നും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരോടും ഒപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. നമ്മൾ ഒരുമിച്ച് പങ്കുവച്ച ഓരോ നിമിഷവും ഞാൻ എന്നും ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കും എന്നായിരുന്നു ബ്രേക്ക് എടുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് സിദ്ധാർത്ഥ കുറിച്ചത്.